ഗസ മുനമ്പിൽ സൈനിക നടപടികൾ വിപുലീകരിക്കാനുള്ള പദ്ധതിയുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുന്നതിനിടെ ഒരു നിർണായക നീക്കമാണ് ജർമ്മനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഗസയിൽ ഉപയോഗിക്കാവുന്ന സൈനിക ഉപകരണങ്ങളുടെ കയറ്റുമതി നിർത്തിവെക്കുകയാണെന്ന് ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മെർസ് പ്രഖ്യാപിച്ചു. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സൈനിക പിന്തുണക്കാരിൽ ഒരാളായ ജർമ്മനിയുടെ ഈ തീരുമാനം ഒരു സുപ്രധാന നയം മാറ്റത്തിന്റെ സൂചനയാണ് നൽകുന്നത്. വിശദമായി നോക്കാം. ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് ഗസ സിറ്റിയിൽ സൈനിക നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള പദ്ധതി അംഗീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ജർമ്മനിയുടെ പ്രഖ്യാപനം എത്തുന്നത്. ഇസ്രായേലിന്റെ രണ്ടാമത്തെ വലിയ ആയുധ വിതരണക്കാരാണ് ജർമ്മനി. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് പ്രകാരം 2019-2023 കാലഘട്ടത്തിൽ ഇസ്രായേലിന്റെ ആയുധ ഇറക്കുമതിയുടെ 30% ജർമ്മനിയിൽ നിന്നാണ്. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം 2025 മെയ് വരെ ജർമ്മനി ഏകദേശം $564 മില്യൺ മൂല്യമുള്ള സൈനിക ഉപകരണങ്ങളുടെ കയറ്റുമതി ലൈസൻസുകൾ ഇസ്രായേലിന് നൽകിയിരുന്നു. തോക്കുകൾ, വെടിക്കോപ്പുകൾ, ആയുധഭാഗങ്ങൾ, സൈന്യത്തിനും നാവികസേനയ്ക്കുമുള്ള പ്രത്യേക ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, പ്രത്യേക കവചിത വാഹനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഗസയിൽ മാനുഷിക പ്രതിസന്ധി രൂക്ഷമാവുകയും ഇസ്രായേലിന്റെ സൈനിക നടപടികൾ വിമർശനത്തിന് വിധേയമാവുകയും ചെയ്തതോടെ ജർമ്മനിയുടെ നിലപാട് മാറാൻ തുടങ്ങി. ഇസ്രായേലിന്റെ ഗസയിലെ സൈനിക നടപടികൾ ഹമാസിനെ നിരായുധരാക്കുക, ബന്ദികളെ മോചിപ്പിക്കുക, സമാധാനം കൈവരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ നേടുന്നതിന് സഹായകമല്ലെന്ന് ചാൻസലർ മെർസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 8 ചാൻസലർ ഫ്രെഡറിക് മെർസ് ഗസയിൽ ഉപയോഗിക്കാവുന്ന എല്ലാ ആയുധ കയറ്റുമതികളും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിർത്തിവെക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇസ്രായേലിനെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം അംഗീകരിച്ചെങ്കിലും ഗസയിലെ സാധാരണക്കാരുടെ ദുരിതത്തിൽ ആഴത്തിലുള്ള ആശങ്കയും മെർസ് പ്രകടിപ്പിക്കുന്നുണ്ട്. ജർമ്മനിയുടെ ഈ തീരുമാനത്തിനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മെർസുമായി ഫോണിൽ സംസാരിച്ച നെതന്യാഹു തന്റെ നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഹമാസിന്റെ ഭീകരതയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന നീതിയുക്തമായ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നതിന് പകരം ജർമ്മനി ഹമാസിന്റെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് നെതന്യാഹു എക്സിൽ കുറിച്ചു. ഹോളോകോസ്റ്റിന് ശേഷമുള്ള ഏറ്റവും ഭീകരമായ ആക്രമണമാണ് ഒക്ടോബർ 7 നടന്നത്. ഹമാസിന്റെ ഒരു പ്രചാരണ വിജയമായി ജർമ്മനിയുടെ ഈ നടപടി മാറുമെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് നെതന്യാഹു. ഇസ്രായേലിന്റെ സൈനിക നടപടികൾക്കെതിരെ ജർമ്മനിയിൽ പൊതുജനങ്ങൾക്കിടയിലും വിമർശനങ്ങൾ ശക്തമായിരുന്നു. ജൂലൈയിൽ നടന്ന ഒരു ഫോസ സർവേ പ്രകാരം 75% ജനങ്ങളും ഗസയിലെ മാനുഷിക പ്രതിസന്ധി പരിഹരിക്കാൻ ഇസ്രായേലിന് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ചാൻസലർ മെർസിന്റെ സഖ്യ സർക്കാരിലെ സോഷ്യൽ ഡെമോക്രാറ്റുകളും ആയുധ വിൽപ്പന പരിമിതപ്പെടുത്തണമെന്ന ആവശ്യം ഉയർത്തിയിട്ടുണ്ട്. ജർമ്മനിയുടെ തീരുമാനം യൂറോപ്പിലും മറ്റിടങ്ങളിലും ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇസ്രായേലിന്റെ തീരുമാനത്തെ തെറ്റായ നടപടിയെന്ന് വിമർശിച്ചു. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിക്ക് വിരുദ്ധമെന്നായിരുന്നു UN മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടർക്കിന്റെ പ്രസ്താവന. ബെൽജിയവും തുർക്കിയും ഇസ്രായേലിന്റെ നടപടികളെ അപലപിച്ചിട്ടുണ്ട്. ജർമ്മനിയുടെ ആയുധ വിലക്ക് മറ്റ് സഖ്യകക്ഷികളെ സമാന നടപടികൾ സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചേക്കാമെന്നതാണ് ഇസ്രായേലിന്റെ പ്രധാന ആശങ്ക. എന്നാൽ ഈ വിലക്ക് പൂർണ്ണമായൊരു ആയുധ ഉപരോധമല്ല. ഗസയിൽ ഉപയോഗിക്കാത്ത ആയുധങ്ങൾ, ഉദാഹരണത്തിന് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അടക്കമുള്ളവ കയറ്റുമതി ചെയ്യാൻ ഇപ്പോഴും അനുവദനീയമാണ്. എന്നിരുന്നാലും ഗസയിലെ സാധാരണക്കാരുടെ ദുരിതം ലഘൂകരിക്കാനും ബന്ദികളെ മോചിപ്പിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുമ്പോൾ ജർമ്മനിയുടെ നടപടി ഒരു സുപ്രധാന വഴിത്തിരിവായി മാറിയേക്കാമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.